ആഹാ, എത്ര മനോഹര കാഴ്ച! NSS യോഗത്തിൽ RSSന്റെ ഭാരതാംബയും പൊക്കി പിടിച്ചുകൊണ്ട് ചെന്ന RSSകാരനെ കരയോഗക്കാർ ഇറക്കി വിട്ടു. RSSകാർ എന്താ കരുതിയേ? ഈ നാട്ടിലെ ജനങ്ങളുടെ ചിന്താശേഷി, കാഴ്ചപ്പാട്, വിലയിരുത്താനുള്ള കഴിവ്, അതൊക്കെയാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നടത്തമ്പടി എന്ന പ്രദേശത്തെ കരയോഗക്കാർ ചെയ്ത പ്രവർത്തനം. കൈയടിക്കാതെ തരമില്ല. കാലന് പോലും വേണ്ടാത്ത ഒരു RSS നേതാവ് പടുവൃദ്ധനാണ്, എന്നിട്ടും വർഗീയതയായിട്ട് നടക്കുകയാണ്. ചെന്ന് സവർണർ ആണ്, കരയോഗമാണ്, നമ്മുടെ വിഷം ഇവിടെ കലക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നാട്ടുകാരും പോലീസും ചേർന്ന് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ദൃശ്യം കണ്ടേ. പഴയ കാലമല്ല മൂപ്പിൽസേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്കെല്ലാം നല്ല ചിന്താശേഷിയാണ്. ഒരു മോഡലിനെ കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ അടുത്ത് നിർത്തി ദണ്ഡയും കാവിക്കൊടിയും കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് ഭാരതാംബ എന്ന നിലയ്ക്ക് എല്ലാവരും പൂജിച്ചോളുമെന്ന് RSSന്റെ ഏതെങ്കിലും വിഷബുദ്ധികൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്, തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ്. അതിൻ്റെ ചൂടാണ് കരയോഗത്തിൽ നിന്ന് ഒരു RSS നേതാവിനെ അപമാനിച്ചിറക്കി വിടുന്നത്. സംഘി ഭാരതാംബയും കൊണ്ട് ക്ഷേത്രങ്ങളിലും കരയോഗങ്ങളിലൊക്കെ കയറി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതാണ് ഞങ്ങളുടെ ഭാരതാംബ എന്ന നിലയ്ക്ക് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതങ്ങോട്ട് ഇനി നടക്കാൻ പോകുന്നില്ല. പണ്ട് കാലത്ത് ഇതുപോലെ പലരെയും തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സുഗമമായി RSSകാർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് ഇത്തിള് പോലെ ആ ജനങ്ങളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന് അവരുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് വളർന്നു. എന്നിട്ട് ഇന്നിപ്പോൾ അവരെപ്പോലും വകവയ്ക്കാതെയും ഈ നാടിൻ്റെ പാരമ്പര്യത്തെയും ഈ നാടിൻ്റെ ഭരണഘടനയും തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അതിന് കൂട്ടുനിൽക്കുമെന്നാണ് RSSന്റെ ചില കെടുതികൾ കരുതിയത്. പക്ഷേ എന്തു പറയാൻ, അപമാനിച്ചിറക്കി വിട്ടിട്ടുണ്ട്. ഇറങ്ങിപ്പോവുക എന്ന ആംഗിളിൽ അവിടുത്തെ ജനം പ്രതികരിച്ചപ്പോൾ അത് ഈ നാട്ടിലെ സംഘപരിവാറിൻ്റെ കരണത്തേറ്റ അടിയെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അയാൾ അവിടെ നിന്നോട്ടെ, നിങ്ങളുടെ പാട്ടിന് പോകൂ എന്ന നിലയ്ക്ക് അപമാനിച്ച് ചെവരിലൊട്ടിച്ച ആ ഇടപെടലുണ്ടല്ലോ, അതിനും ഇരിക്കട്ടെ 100 മാർക്കെന്ന് പറയേണ്ടി വരികയാണ്. ഇതായിരിക്കണം പോലീസ്, ഇതാകണം പോലീസ്. കേരളത്തിലെ പോലീസ് സേനയിൽ സംഘപരിവാർ വൽക്കരണമുണ്ട് എന്ന് ചിലർ ആരോപിക്കുമ്പോൾ മുഴുവൻ പേരും അങ്ങനെ അല്ല എന്ന് തെളിയിച്ചതാണ് സംഘി ഭാരതാംബയുമായിട്ട് കെട്ടും കെട്ടി ഇറങ്ങിക്കോളാൻ മുഴുമുഴുത്ത സംഘിയോട് ആ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയത്.